ആർട്ടിക്കിൾ 3 തന്നെയാണ്. അതിന്റെ സെക്ഷൻ 2 റെഗുലർ മീറ്റിങ്ങിനെ കുറിച്ചാണ്. സ്ഥിരയോഗങ്ങൾ. At the regular meeting of the board of directors immediately following the annual election of directors, the newly elected directors shall meet at the principal office of the corporation for the purpose of organization, the election of officers and the transactions of other business. And if a quorum of the directors may be then present, no prior notice of such meetings shall be recorded to be given. The place and time of such a first meeting may, however, be fixed by written consent of all the directors. The regular meetings of the board of directors shall be held at such places and such dates and times as the board of directors shall determine, provided that a regular meeting of the board of directors shall be held during the week immediately preceding each quarterly meeting of the general service board. The board of directors may from time to time, or based on the annual projections of its meeting needs, postpone, defer or omit a previously scheduled regular meeting upon the agreement of a majority of the board. ഇപ്പൊ ഇതിന്റെ സെക്ഷൻ 2 വിഭാഗം 2 സ്ഥിര യോഗങ്ങളെ കുറിച്ചാണ്. റെഗുലർ മീറ്റിംഗ്. ഡയറക്ടർമാരുടെ വാർഷിക തെരഞ്ഞെടുപ്പിന് ഉടൻ പിന്നാലെ നടക്കുന്ന ഡയറക്ടർ ബോർഡിന്റെ സ്ഥിര യോഗത്തിൽ റെഗുലർ മീറ്റിംഗ് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ഡയറക്ടർമാർ കോർപ്പറേഷന്റെ പ്രധാന ഓഫീസിൽ, പ്രിൻസിപ്പൽ ഓഫീസിൽ യോഗം ചേരണം. ഈ യോഗത്തിന്റെ ലക്ഷ്യം ബോർഡിന്റെ സംഘടനാത്മക ക്രമീകരണം, ഓർഗനൈസേഷൻ, ഓഫീസർമാരുടെ തെരഞ്ഞെടുപ്പ്, ഇലക്ഷൻ ഓഫ് ഓഫീസേഴ്സ്, മറ്റ് ബിസിനസ് കാര്യങ്ങളുടെ നടത്തിപ്പ്, ട്രാൻസാക്ഷൻ ഓഫ് അതർ ബിസിനസ് എന്നിവയാണ്. ആ സമയത്ത് യോഗത്തിൽ ക്വാറം ഉണ്ടായാൽ ഈ യോഗത്തിന് മുൻകൂട്ടി അറിയിപ്പ് നൽകേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും ഈ ആദ്യ യോഗത്തിന്റെ സ്ഥലം, പ്ലേസ്, സമയം, ടൈം എല്ലാ ഡയറക്ടർമാരുടെയും രേഖാമൂലമുള്ള സമ്മതം, റിട്ടൺ കൺസെന്റ് മുഖേന നിശ്ചയിക്കാവുന്നതാണ്. ഡയറക്ടർ ബോർഡിന്റെ തുടർന്ന് വരുന്ന സ്ഥിര യോഗങ്ങൾ ബോർഡ് തന്നെ തീരുമാനിക്കുന്ന സ്ഥലങ്ങളിലും തീയതികളിലും സമയങ്ങളിലും നടത്തപ്പെടും. എന്നാൽ ഒരു നിർബന്ധമായ വ്യവസ്ഥയുണ്ട്. ഓരോ ക്വാർട്ടർ ജനറൽ സർവീസ് ബോർഡിന്റെ യോഗത്തിലും ക്വാർട്ടർലി മീറ്റിംഗ് ഓഫ് ദ ജനറൽ സർവീസ് ബോർഡിന് മുൻപുള്ള ആഴ്ചയിൽ കുറഞ്ഞത് ഒരു സ്ഥിര യോഗം നിർബന്ധമായി നടത്തണം. കൂടാതെ ബോർഡിന് ആവശ്യമായപ്പോൾ അല്ലെങ്കിൽ വാർഷികമായി നിർദ്ദേശിക്കുന്ന യോഗക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ മുമ്പ് നിശ്ചയിച്ച സ്ഥിര യോഗങ്ങൾ മാറ്റിവെക്കുകയോ, പോസ്റ്റ്പോൺ, വൈകിപ്പിക്കുകയോ, ഡെഫർ അല്ലെങ്കിൽ ഒഴിവാക്കുകയോ, ഒമിറ്റ് ചെയ്യാൻ കഴിയും. ഇത് ബോർഡിന്റെ ഭൂരിപക്ഷ അംഗങ്ങളുടെ സമ്മതത്തോടെ ആയിരിക്കണം. ഈ വകുപ്പ് പറയുന്നത് പുതിയ ഡയറക്ടർമാർ തെരഞ്ഞെടുപ്പിന് ശേഷം ഉടൻ തന്നെ ആദ്യ യോഗം നടത്തണമെന്നും ആ യോഗത്തിൽ ഓഫീസർമാരെ തിരഞ്ഞെടുക്കുകയും ഭരണകാര്യങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. കോറം ഉണ്ടെങ്കിൽ മുൻകൂട്ടി അറിയിപ്പ് ആവശ്യമില്ല. തുടർ യോഗങ്ങളുടെ സമയം ബോർഡ് തന്നെ തീരുമാനിക്കും. എന്നാൽ ഓരോ 3 മാസത്തെയും ക്വാർട്ടർലി ജനറൽ സർവീസ് ബോർഡ് യോഗത്തിന് മുൻപ് കുറഞ്ഞത് ഒരു ബോർഡ് മീറ്റിംഗ് നിർബന്ധമാണ്. ആവശ്യമായാൽ ഭൂരിപക്ഷ സമ്മതത്തോടെ ചില യോഗങ്ങൾ മാറ്റുകയോ റദ്ദാക്കുകയോ ചെയ്യാം. പിന്നീട് ആർട്ടിക്കിൾ 3 തന്നെ